ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തൈറിസ്റ്ററിൻ്റെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് തൈറിസ്റ്റർ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ എന്താണ് തൈറിസ്റ്റർ എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം. ഈ ഒരു മൊഡ്യൂൾ തീരുന്നത് വരെയും തൈറിസ്റ്ററിൻ്റെ സ്ട്രക്ചർ എപ്പോഴും മനസ്സിലുണ്ടാവണം. 4 ലെയർ ഉണ്ട്, PN. പിന്നെന്താണ്, ഫിഗർ കാണിക്കണോ? ഒരു ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലും പിന്നെയും ഫിഗർ കാണിക്കാൻ പറ്റില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 4 ജംഗ്ഷൻസ് ഉണ്ട്, PN ഇതാണ്. ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, ഗേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോർവേഡ് ബയാസ് കൊടുക്കുക പറഞ്ഞാൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും കൊടുക്കും. അപ്പം ഫസ്റ്റത്തെ ജംഗ്ഷൻ J1ഉം J3യും ഫോർവേഡ് ബയാസ് ആവും, അതായത് PN അങ്ങനെയാണ് നോക്കാം. ഇനി ഗേറ്റ് നമ്മളൊരു കാഥോഡിനും ഗേറ്റിനും അക്രോസ് ആയിട്ടൊരു പോസിറ്റീവ് ഗേറ്റ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ P പോസിറ്റീവും, അതായത് ജംഗ്ഷൻ J2ഉം ഫോർവേഡ് ബയാസ് ആവും. അപ്പം ഞാൻ പറഞ്ഞത് തൈറിസ്റ്ററിൻ്റെ ഫിഗർ എപ്പോഴും മനസ്സിലുണ്ടാവണം. അപ്പോൾ ഇനി പറയുന്നത് തൈറിസ്റ്റർ പ്രൊട്ടക്ഷൻ. അപ്പോൾ നമ്മൾ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആയാലും അതിൻ്റെ ഒരു സ്പെസിഫിക് റേറ്റിംഗ് ഉണ്ടാവും. അതായത് അതിൽ ഇത്ര കറണ്ട് പോവാം, ഇത്ര വോൾട്ടേജ് അതിന് അക്രോസായി അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഒരു റേറ്റിംഗ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഡയോഡ് നമ്മുടെ ലാബിലൊക്കെ ചെയ്യുന്ന 1N4001 എന്ന് പറയുന്ന ഡയോഡ്, ആ ഡയോഡ് നമ്മൾ എന്ത് ചെയ്തു, അതിലൂടെ 1 ആമ്പിയറാണ് അതിൻ്റെ റേറ്റിംഗ്. അപ്പോൾ നമ്മൾ ഇൻ കേസ് അതിലൊരു 10 ആമ്പിയർ കടത്തിവിട്ട് എന്ത് പറ്റും? ഡയോഡ് ചൂടായി, ഡയോഡ് പൊട്ടിത്തെറിക്കാൻ അല്ലെങ്കിൽ അയർ ഹീറ്റായി ബേണായി പോകും. അപ്പം പറഞ്ഞു വന്നത് ഓരോ ഡിവൈസസിനും ഒരു സ്പെസിഫിക് റേറ്റിംഗ് ഉണ്ടാവും. അതായത് വോൾട്ടേജ്, കറണ്ട്, ടെമ്പറേച്ചർ ഒക്കെ എല്ലാത്തിനും ഒരു സ്പെസിഫിക് റേറ്റിംഗ് അതിൻ്റെ ഡാറ്റ ഷീറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലിമിറ്റഡ് റേഞ്ചിലായിരിക്കണം ഏതൊരു ഡിവൈസും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. Therefore, reliable operations of a thyristor demands that its specified ratings are not exceeded. അതായത് അതിൻ്റെ സ്പെസിഫിക് റേറ്റിംഗ്സ് എക്സീഡ് ചെയ്യരുത്. ഇൻ പ്രാക്ടീസ് എ തൈറിസ്റ്റർ മേ ബി സബ്ജക്റ്റ് ടു ഓവർ വോൾട്ടേജ് ഓർ ഓവർ കറണ്ട്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ തൈറിസ്റ്റർ എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ടാകുമ്പോൾ അതിന് ചിലപ്പോൾ ഓവർ വോൾട്ടേജ് ഉണ്ടാവാം, തൈറിസ്റ്റർ വഴി ഓവർ കറണ്ട് ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡ്യൂറിങ് SCR ടേൺ ഓൺ di/dt മേ ബി പ്രൊഹിബിറ്റീവ്ലി ലാർജ്. അപ്പോൾ എന്താണ് di/dt? എങ്ങനെയാണ് തൈറിസ്റ്റർ ഓൺ ചെയ്യുക? 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. തൈറിസ്റ്റർ ഓൺ ചെയ്യാൻ ഞാൻ പറഞ്ഞു, ആനോഡിന് പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവും വോൾട്ടേജ് കൊടുത്തു. അപ്പം J1ഉം J3യും ഫോർവേഡ് ബയാസ് ആയി. ഇനി നമുക്ക് J2 ഫോർവേഡ് ബയാസ് ആവണം. അപ്പോൾ J2 ഫോർവേഡ് ബയാസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റിന് എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് ഗേറ്റ് സിഗ്നൽ കൊടുത്തു. അതായത് P പോസിറ്റീവ് ആവുന്ന രീതിയിലും N നെഗറ്റീവ് ആവുന്ന രീതിയിലും ഒരു പോസിറ്റീവ് ഗേറ്റ് സിഗ്നൽ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, J2ഉം ഫോർവേഡ് ബയാസ് ആവും, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും, കറണ്ട് ഫ്ലോ ഉണ്ടാവും. അങ്ങനെയാണ് SCRനെ ടേൺ ഓൺ ചെയ്യുന്നത്, ഒരു മെത്തേഡ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടേൺ ഓൺ മെത്തേഡ്സ് ഒക്കെ വരും. അപ്പോൾ ആ ഒരു മെത്തേഡ് ഓർത്ത് വെക്കുക. ദെൻ di/dt മേ ബി പ്രൊഹിബിറ്റീവ്ലി ലാർജ്. എന്താ di/dt? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് there may be false triggering of SCR by high value of dV/dt. അപ്പം di/dt means rate of change of current with respect to time. dV/dt means rate of change of voltage with respect to time. അതായത് di/dt ഹൈ എന്ന് പറയുന്നത് ലാർജ് ചേഞ്ച് ഇൻ കറണ്ട്, അതായത് 0 ഒരു 100 ആമ്പിയർ കറണ്ട് ഒരു 1 സെക്കൻഡ് കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ എന്താണ്, di/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഹൈ ആണെന്ന് പറയാം. അതുപോലെ തന്നെ പെട്ടെന്ന് 0 അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് പെട്ടെന്ന് വോൾട്ടേജ് ഹൈ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു വിത്ത് വെരി സ്മോൾ ടൈം. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, dV/dtയും ഹയർ ആണെന്ന് പറയാം. അപ്പം തൈറിസ്റ്റർ മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് ഓൾ സച്ച് അബ്നോർമൽ കണ്ടീഷൻസ് ഫോർ സാറ്റിസ്ഫാക്ടറിലി ആൻഡ് റിലയബിൾ ഓപ്പറേഷൻസ് ഓഫ് SCR സർക്യൂട്ട് ആൻഡ് എക്യുപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള di/dt ചിലപ്പോൾ പെട്ടെന്ന് കറണ്ട് കൂടുകയോ പെട്ടെന്ന് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ SCRൻ്റെ വർക്കിങ്ങിനെ ബാധിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ തൈറിസ്റ്ററിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഓക്കെ, അതാണ് തൈറിസ്റ്റർ പ്രൊട്ടക്ഷനിൽ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മെയിനായിട്ട് തൈറിസ്റ്റർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് 2 ഫാൾട്ടാണ്, അല്ലെങ്കിൽ 2 റീസൺസിന് വേണ്ടിയിട്ടാണ് തൈറിസ്റ്ററിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. ഫസ്റ്റ് di/dt പ്രൊട്ടക്ഷൻ. അപ്പോൾ di/dt പ്രൊട്ടക്ഷൻ മീൻസ് di/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് പെട്ടെന്ന് ഹയർ ആവരുത്. അതായത് കറണ്ട് എന്ത് കറണ്ടാണ്, തൈറിസ്റ്റർ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അതായത് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആനോഡ് കറണ്ട് എന്ന് പറയും. അപ്പോൾ ആനോഡ് കറണ്ട്
എന്ത് ചെയ്യാൻ പാടില്ല, സഡനായിട്ട് ഹയറായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. വെൻ എ തൈറിസ്റ്റർ ഈസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ഈസ് ടേൺ ഓൺ ബൈ ഗേറ്റ് പൾസ്, അതായത് എങ്ങനെയാണ് ടേൺ ഓൺ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. കണ്ടക്ഷൻ ഓഫ് ആനോഡ് കറണ്ട് ബിഗിൻസ്, അപ്പം ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആനോഡ് കറണ്ട് മെല്ലെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ബിഗിൻസ് ഇൻ ദ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡ് ഓഫ് ദി ഗേറ്റ് കാഥോഡ് ജംഗ്ഷൻ. അതായത് നമ്മൾ 3 ജംഗ്ഷൻ പറഞ്ഞു, J1, J2, J3. അതിൽ J2 ജംഗ്ഷനിലാണ് നമ്മൾ ഓൾറെഡി ഫോർവേഡ് ബയാസ് ആയിരിക്കുന്ന J1ഉം J3 ഉണ്ട്. അതിൽ J2ൽ നമ്മൾ ഗേറ്റ് കൊടുക്കുമ്പം അവിടുന്ന് ആ J2 എന്നുള്ള ജംഗ്ഷനിൽ നിന്നാണ് കറണ്ട് ഫ്ലോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് തൈറിസ്റ്ററിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം തൈറിസ്റ്ററിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്? Thereafter the current spread across the whole area of the junction. ആ ജംഗ്ഷനിൽ നിന്ന് കറണ്ട് തൈറിസ്റ്ററിൻ്റെ മൊത്തം ഏരിയാസിലേക്കും ഒരുപോലെ ഒഴുകുകയാണ് ചെയ്യുന്നത്. തൈറിസ്റ്റർ ഡിസൈൻ പെർമിറ്റ് ദ സ്പ്രെഡ് ഓഫ് കണ്ടക്ഷൻ ടു ദ ഹോൾ ജംഗ്ഷൻ ഏരിയ ആസ് റാപ്പിഡ്ലി ആസ് പോസിബിൾ. അപ്പോൾ തൈറിസ്റ്റർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പോയിന്റിൽ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്താലും പെട്ടെന്ന് തന്നെ തൈറിസ്റ്ററിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലാണ് തൈറിസ്റ്ററിൻ്റെ കൺസ്ട്രക്ഷൻ ഉള്ളത്. ഹൗവർ ഇഫ് ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് ആനോഡ് കറണ്ട്, ദറ്റ് ഈസ് di/dt, റേറ്റ് ഓഫ് റൈസ് ഓഫ് ആനോഡ് കറണ്ട് ഈസ് ലാർജ് ആസ് കമ്പയർഡ് ടു ദി സ്പ്രെഡ് വെലോസിറ്റി ഓഫ് കരിയേഴ്സ്. അതായത് നമ്മുടെ ചാർജ് കരിയേഴ്സ് ഇലക്ട്രോൺസ് ഒക്കെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ എല്ലാ ഏരിയയിലും സ്പ്രെഡ് ആവണം. അപ്പോൾ ആ സ്പ്രെഡ് ആവുന്ന സ്പീഡിനേക്കാളും വേഗത്തിലാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആനോഡ് കറണ്ട് കൂടുന്നതെങ്കിൽ എന്ത് ചെയ്യും, എന്ത് പറ്റും? ലോക്കൽ ഹോട്ട്സ്പോട്ട് വിൽ ബി ഫോംഡ് നിയർ ദി ഗേറ്റ് ജംഗ്ഷൻ. അതായത് ആ ഗേറ്റ് ജംഗ്ഷനിൽ അവിടെ അത് കുറച്ച് ചെറിയ ഓരോ പോയിൻറ്റ്സിൽ കൂടുതൽ കറണ്ട് ഫ്ലോയും ബാക്കിയുള്ളിടത്ത് കുറവ് കറണ്ട് ഫ്ലോയും വരും. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ പോയിൻറ്റ്സിൽ വെരി ഹൈ കറണ്ട് ഫ്ലോ വരുമ്പം എന്ത് പറ്റും? അവിടെ ആ പോയിൻറ്റ്സ് ഹീറ്റാവും, അതായത് അവിടുത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവിടെ ഹോട്ട്സ്പോട്ടായിട്ട് അവിടെ കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദിസ് ലോക്കലൈസ്ഡ് ഹീറ്റിംഗ് മേ ബി ഡിസ്ട്രോയ് ദി തൈറിസ്റ്ററിനെ ഡിസ്ട്രോയ് ചെയ്യും. Therefore, the rate of rise of anode current at the time of turn on must be kept below the specified limiting value. അപ്പോൾ എപ്പോഴും എന്തായിരിക്കണം? ആനോഡ് കറണ്ട് 0 ഹൈ വാല്യൂയിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു സ്ലോലി ആയിരിക്കണം, അതായത് സഡൻ ഇൻക്രീസ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? അങ്ങനെ പെട്ടെന്ന് കറണ്ട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഇൻസ്ട്രുമെൻ്റ് നമ്മൾ യൂസ് ചെയ്യുക? ഫിഗർ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഇൻഡക്റ്റർ. എന്താ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്? ഇൻഡക്റ്റൻസ് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ടു ഓപ്പോസ് ദ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്. അതായത് ചേഞ്ച് ഇൻ കറണ്ടിനെ ഓപ്പോസ് ചെയ്യും. അതായത് ഒരു ഇൻഡക്ടർ ഉണ്ടെങ്കിൽ ആ സർക്യൂട്ടിൽ പെട്ടെന്ന് കറണ്ട് കൂടാനോ പെട്ടെന്ന് കറണ്ട് കുറയാനോ പറ്റില്ല. ഗ്രാജുവലായിട്ട് മാത്രമേ കറണ്ട് കൂടാനോ ഗ്രാജുവലായിട്ട് മാത്രമേ കറണ്ട് കുറയാനോ പറ്റൂ. അപ്പം ദ വാല്യൂ ഓഫ് di/dt ക്യാൻ ബി മെയിൻറ്റൈൻഡ് ബിലോ ആക്സെപ്റ്റബിൾ ലിമിറ്റ് ബൈ യൂസിങ് എ സ്മോൾ ഇൻഡക്ടർ കോൾഡ് di/dt ഇൻഡക്ടർ ഇൻ സീരീസ് വിത്ത് ആനോഡ് സർക്യൂട്ട്. ആനോഡ് സർക്യൂട്ടിന് സീരീസ് ആയിട്ട് ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്തു. ദ ടിപ്പിക്കൽ di/dt വാല്യൂസ് ഓഫ് SCR ആർ 20 to 500 ആംപിയർ per microsecond. The local hotspot heating can also be avoided by ensuring that the conduction spreads to the whole area as early as possible. അതുപോലെ ഈ ലോക്കൽ ഹോട്ട്സ്പോട്ട് ഒഴിവാക്കാനുള്ള വേറൊരു മെത്തേഡ് എന്താണ്? ഗേറ്റ് കണ്ടക്ഷൻ, അതായത് തൈറിസ്റ്റർ ഓൺ ആകുമ്പോൾ തന്നെ എല്ലാ ഏരിയാസിലും മാക്സിമം ഒരുപോലെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ അപ്ലൈങ് എ ഗേറ്റ് കറണ്ട് നിയറർ ടു ദി മാക്സിമം സ്പെസിഫൈഡ് കറണ്ട്. അപ്പോൾ നമ്മൾ ഗേറ്റ് കറണ്ട് കുറച്ച് കൊടുത്താലും തൈറിസ്റ്റർ ഓൺ ആവും. ബട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുന്ന ഗേറ്റ് കറണ്ട് അതിൻ്റെ മാക്സിമം പോസിബിൾ വാല്യൂ, അതായത് എത്ര ഗേറ്റ് മാക്സിമം കൊടുക്കാൻ പറ്റുമോ അത്രയും എന്ത് ചെയ്യുക? മാക്സിമം കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഗേറ്റ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ കാരിയേഴ്സ് മൊത്തം പെട്ടെന്ന് സ്പ്രെഡ് ആവും. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മുടെ തൈറിസ്റ്ററിൻ്റെ എല്ലാ പോർഷൻസിലൂടെയും ഒരുപോലെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാവും, കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ലോക്കലായിട്ട് ഓരോ 1-2 പോയിൻറ്റ്സിൽ കൂടുതൽ കറണ്ട് ഫ്ലോയും ബാക്കിയുള്ളിടത്ത് കുറവ് കറണ്ട് ഫ്ലോ ആ ഒരു രീതിയിലില്ലാണ്ട് എല്ലായിടത്തും ഒരുപോലെ കറണ്ട് ഫ്ലോ ഉണ്ടാവും.
എന്ത് പറ്റും? അവിടെ ഉണ്ടാകുന്ന ലോക്കൽ ഹോട്ട്സ്പോട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കത്തിപ്പോകുന്ന പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് തൈറിസ്റ്റർ പ്രൊട്ടക്ഷൻ എഗനിസ്റ്റ് DI/dt. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്. DI/dt പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു സീരീസ് ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് dV/dt പ്രൊട്ടക്ഷൻ. ഇതും സെയിം തന്നെ. ഇഫ് ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് സഡൻലി അപ്ലൈഡ് വോൾട്ടേജ് അക്രോസ് തൈറിസ്റ്റർ ഈസ് ഹൈ, ദ ഡിവൈസ് മേ ഗെറ്റ് ടേൺഡ് ഓൺ. അതായത് dV/dt പെട്ടെന്ന് നമ്മളൊരു ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ അത് തൈറിസ്റ്റർ ചിലപ്പം ടേൺ ഓൺ ആവും. ഡിവൈസ് മേ ഗെറ്റ് ടേൺ ഓൺ. സച്ച് ഫിനോമിന ഓഫ് ടേണിംഗ് ഓൺ എ തൈറിസ്റ്റർ ഇസ് കോൾഡ് dV/dt ടേണിംഗ്. അതായത് റേറ്റ് ഓഫ് റൈസ് ഓഫ് സഡൻലി അപ്ലൈഡ് വോൾട്ടേജ് അക്രോസ് തൈറിസ്റ്റർ ഈസ് ഹൈ. അതായത് തൈറിസ്റ്ററിന് അക്രോസ് ആയിട്ട് പെട്ടെന്നൊരു ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ചിലപ്പം തൈറിസ്റ്റർ ടേൺ ഓൺ ആവും. അങ്ങനെ തൈറിസ്റ്ററിനെ ഓൺ ആക്കുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? dV/dt ടേൺ ഓൺ. ആൻഡ് ദിസ് മസ്റ്റ് ബി അവോയ്ഡഡ് ആസ് ഇറ്റ് ലീഡ്സ് ടു ഫാൾസ് ഓപ്പറേഷൻ ഓഫ് തൈറിസ്റ്റർ സർക്യൂട്ട്. അങ്ങനെ dV/dt പെട്ടെന്ന് ഹൈ വോൾട്ടേജ് കൊടുത്തിട്ട് തൈറിസ്റ്ററിനെ ഓൺ ആക്കുന്നത് എപ്പോഴും എന്ത് ചെയ്യണം? മസ്റ്റ് ബി ലീഡ്സ് ടു ഫാൾസ് ഓപ്പറേഷൻ ഓഫ് ദി തൈറിസ്റ്റർ സർക്യൂട്ട്. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം. For controllable operations of the thyristor, the rate of rise of anode to cathode voltage. For controllable operation of the thyristor, rate of rise of anode to cathode voltage. dVA/dt. അല്ലേ? റേറ്റ് ഓഫ് റൈസ് ഓഫ് ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ്. അപ്പോൾ നമ്മുടെ ഫോർവേഡ് വോൾട്ടേജ് ആണ് പറയുന്നത്. ഫോർ കൺട്രോളബിൾ ഓപ്പറേഷൻസ് തൈറിസ്റ്റർ, ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് dVA/dt മസ്റ്റ് ബി കെപ്റ്റ് ബിലോ ദി സ്പെസിഫൈഡ് ലിമിറ്റ്. അപ്പോൾ എപ്പോഴും റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് പെട്ടെന്ന് നമുക്ക് ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് കൂട്ടാനോ ആ റേറ്റ് പെട്ടെന്ന് അങ്ങനെ ഒരിക്കലും കൂട്ടരുത്. ഓക്കെ, ടിപ്പിക്കൽ വാല്യൂ ഓഫ് dV/dt ആർ 20 to 500 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. അത് 20 to 500 വോൾട്ടിലേക്ക് കൂട്ടാം ഒരു വിത്ത് ഇൻ 1 മൈക്രോ സെക്കൻഡ്. അതായത് ആ ഒരു ഇതായിരിക്കണം ടിപ്പിക്കൽ. അതിൽ കൂടുതൽ റൈസ് ചെയ്യരുത്. ഫാൾസ് ടേൺ ഓൺ ഓഫ് എ തൈറിസ്റ്റർ ബൈ ലാർജ് dV/dt ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ യൂസിങ് എ സ്നബ്ബർ സർക്യൂട്ട് ഇൻ പാരലൽ വിത്ത് ദ ഡിവൈസ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്നബ്ബർ സർക്യൂട്ട്സ് യൂസ് ചെയ്യും. അപ്പോൾ എന്താണ് സ്നബ്ബർ സർക്യൂട്ട്? വാട്ട് ഈസ് സ്നബ്ബർ സർക്യൂട്ട്? കൺസിസ്റ്റ് ഓഫ് എ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് RS ആൻഡ് കപ്പാസിറ്റൻസ് CS ഇൻ പാരലൽ വിത്ത് തൈറിസ്റ്റർ. ഫിഗർ നോക്കാം. അതായത് നമ്മുടെ തൈറിസ്റ്ററിന് പാരലായിട്ട് ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അതായത് തൈറിസ്റ്ററിന് പാരലായിട്ട് കപ്പാസിറ്ററും റെസിസ്റ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? സ്നബ്ബർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്നബ്ബർ സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഒരു ഹൈ വോൾട്ടേജാണ് ഉള്ളത്. ഞാൻ പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് വരുമ്പം ഡയറക്റ്റ് തൈറിസ്റ്ററിന് അക്രോസ് വരില്ല. നേരെ മറിച്ച് ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഇതുവഴി ചാർജ് ചെയ്യും, അല്ലേ? അപ്പോൾ കപ്പാസിറ്റർ ചാർജിങ് കൊണ്ട് ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും? കപ്പാസിറ്റർ ഇതുവഴി ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ട് കറണ്ട് ഫ്ലോ ഇതുവഴിയായിരിക്കും. അതുകൊണ്ട് കപ്പാസിറ്റർ തൈറിസ്റ്ററിന് അക്രോസ് ആയിട്ട് സഡൻ ആയിട്ട് ഒരു വോൾട്ടേജ് വരില്ല. നേരെ മറിച്ച് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കപ്പാസിറ്റർ ചാർജ് ഫുള്ളാവുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അത് ഓപ്പൺ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. ഗ്രാജുവലായിട്ട് തൈറിസ്റ്ററിന് അക്രോസിലെ വോൾട്ടേജും കൂടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? സ്നബ്ബർ സർക്യൂട്ട്. ഇനിയിപ്പോൾ എഴുതിയത് വായിച്ചു നോക്കാം. CS is parallel with the device is sufficient to prevent unwanted dV/dt triggering of the SCR. When switch S is closed, നമ്മൾ കണ്ട ഫിഗറിൽ S ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എ സഡൻ വോൾട്ടേജ് അപ്പിയേഴ്സ് അക്രോസ് ദി സർക്യൂട്ടിൽ ഒരു സഡൻ വോൾട്ടേജ് ഉണ്ടാവും. ദ കപ്പാസിറ്റർ CS ബിഹേവ്സ് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ട്. കപ്പാസിറ്റർ എന്താണ്? എപ്പോഴും ഇനീഷ്യലി ഷോർട്ട് സർക്യൂട്ട് പോലെയാണ്. കാരണം ഫുൾ കറണ്ടും അത് വലിച്ചെടുക്കും. അതുകൊണ്ട് അതിന് നമ്മൾ ഇനീഷ്യലി ഷോർട്ട് സർക്യൂട്ട് പോലെ ആയിരിക്കും ഉണ്ടാവുക. Therefore the voltage across SCR is 0. അത് കപ്പാസിറ്റർ കറണ്ട്, അതായത് ആ സർക്യൂട്ടിലെ മൊത്തം കറണ്ടും ആ കപ്പാസിറ്റർ ചാർജിങ്ങിന് വേണ്ടി വലിച്ചെടുക്കും. അപ്പോൾ ഹൈ കറണ്ട് ഫ്ലോ ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് ഷോർട്ട് സർക്യൂട്ട്. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യുമ്പം തൈറിസ്റ്ററിന് അക്രോസ് പ്രത്യേകിച്ച് വോൾട്ടേജ് ഒന്നും ഉണ്ടാവില്ല. കാരണം കപ്പാസിറ്റർ ഷോർട്ട് ചെയ്തുകൊണ്ട്.
വിത്ത് ദ പാസേജ് ഓഫ് ടൈം. അപ്പോൾ ടൈം കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദ വോൾട്ടേജ് അക്രോസ് സി എസ് ബിൽഡപ്പ് അറ്റ് സ്ലോ റേറ്റ്. അപ്പം കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് മെല്ലെ മെല്ലെ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങും. സച്ച് ദാറ്റ് ഡി വി ബൈ ഡി ടി അക്രോസ് സി എസ് ആൻഡ് ദെർഫോർ അക്രോസ് എസ് സി ആർ ഇസ് ലെസ് ദാൻ ദി സ്പെസിഫൈഡ് മാക്സിമം ഡി വി ബൈ ഡി ടി റേറ്റിംഗ് ഓഫ് ദി ഡിവൈസ്. അതുകൊണ്ട് മെല്ലെ മെല്ലെ മാത്രമേ ഡി വി ബൈ ഡി ടി റൈസ് ചെയ്ത് അല്ലെങ്കിൽ വോൾട്ടേജ് റൈസ് ചെയ്ത് വരും കപ്പാസിറ്ററിന് അക്രോസ്. അപ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് തന്നെയാണ് തൈറിസ്റ്ററിന് അക്രോസ് വരുന്നത്. അപ്പം തൈറിസ്റ്ററിലില്ല പെട്ടെന്ന് ഒരു ഓവർ വോൾട്ടേജ് വരില്ല, നേരെ മറിച്ച് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതിന് പ്രൊപ്പോർഷണലായിട്ട് സ്ലോലി മാത്രമേ ഈ ഒരു വോൾട്ടേജ് വരൂ. വെൻ ദ SCR is turned on, capacitor discharge through the SCR and send a current equal to Vs by resistance of the path formed by CS and SCR. As the resistance is quite low, the turn di by dt will tend to be excessive and this SCR may be destroyed. ഒന്നുമില്ല, അതായത് ഇപ്പോൾ നമ്മൾ ഡി വി ബൈ ഡി ടി പ്രൊട്ടക്ഷൻ പറഞ്ഞു, കാരണം കപ്പാസിറ്ററിൽ മെല്ലെ മെല്ലെ മാത്രമേ ബിൽഡപ്പ് ചെയ്യൂ. ഇനി നമ്മൾ SCR ഓൺ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, കപ്പാസിറ്റർ ഇതുവഴി ഡിസ്ചാർജ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതിൽ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഹൈ കറണ്ട് പോയിട്ട് ഡിസ്ചാർജ് ചെയ്യും. അപ്പം ഡി ഐ ബൈ ഡി ടി ആവും. അത് വെരി സ്മോൾ ടൈമിൽ വെരി ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം തൈറിസ്റ്റ് കത്തിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം, ഒരു സീരീസ് ആയിട്ടൊരു റെസിസ്റ്റൻസ് വെക്കണം. എന്നാൽ എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ മാത്രമേ കറണ്ട്, അല്ലെങ്കിൽ സ്ലോ ഒരു റെഡ്യൂസ്ഡ് കറണ്ട് മാത്രമേ തൈറിസ്റ്റർ വഴി ഫ്ലോ ചെയ്യൂ. In order to limit the magnitude of discharge current, a resistance Rs is inserted in series with the CS. അപ്പോൾ സീരീസിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഇൻസേർട്ട് ചെയ്യും. The value of snubber circuit constant tau. Value of snubber circuit constant tau is equal to R into C. Rs into CS can be determined from dV by dt, rate of change of voltage എന്ന് പറയുന്നത് V by Rs into CS for a known value of dV by dt. The value of Rs is found from Rs is equal to Vs by ITD. Discharging current ITD is equal to Vs by R1 plus R2. അപ്പോൾ എന്താണ് സ്നബ്ബർ സർക്യൂട്ട്? നമ്മൾ തൈറിസ്റ്ററിൽ പെട്ടെന്ന് വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൈറിസ്റ്ററിന് പാരലായിട്ട് ഒരു ആറും സിയും കണക്ട് ചെയ്യും. അപ്പോൾ അതിനെയാണ് സ്നബ്ബർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം തൈറിസ്റ്ററിൽ പെട്ടെന്ന് വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാണ്ട് കപ്പാസിറ്ററിലേക്ക് വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്ത് സ്ലോലി ഗ്രാജുവലായിട്ട് മാത്രമേ തൈറിസ്റ്ററിന് അക്രോസ് വോൾട്ടേജ് ബിൽഡപ്പ് ഉണ്ടാവും. അപ്പോൾ എന്തിനാണ് റെസിസ്റ്റൻസ്? ഇനി തൈറിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ചാർജ്ഡ് ആയ കപ്പാസിറ്റർ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്താലും ഒരു ഹൈ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സീരീസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തൈറിസ്റ്റർ പ്രൊട്ടക്ഷനിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ വീഡിയോ ഒരു തവണ കണ്ടാൽ പോരാ, 1-2 തവണ കാണാം. അപ്പോൾ ഇനി അടുത്തത് വരുന്നത് ടേൺ ഓൺ മെത്തേഡ്സ് ഓഫ് SCR. അപ്പോൾ മെയിനായിട്ട് 5 ടൈപ്പിലാണ് നമ്മളൊരു തൈറിസ്റ്റർ ഓൺ ആക്കാൻ പറ്റുക. അപ്പോൾ തൈറിസ്റ്റർ ഓൺ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, തൈറിസ്റ്ററിൽ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് തൈറിസ്റ്റർ വഴി ഒരു കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കുന്നതിനെയാണ് തൈറിസ്റ്റർ ഓൺ ആക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ളത് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്, ഗേറ്റ് ട്രിഗറിങ്, dV by dt ട്രിഗറിങ്, ടെമ്പറേച്ചർ ട്രിഗറിങ്, ലൈറ്റ് ട്രിഗറിങ്. അപ്പോൾ ഇതിൽ ഓരോന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് തൈറിസ്റ്റർ ഓൺ ആക്കണമെങ്കിൽ തൈറിസ്റ്ററിൻ്റെ സ്ട്രക്ചർ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഒന്നുകൂടി ഞാൻ തൈറിസ്റ്ററിൻ്റെ സ്ട്രക്ചർ പറയുകയാണ്. PN എന്നിട്ട് P എന്നുള്ളിടത്ത് എന്തുണ്ട്, മൂന്നാമത്തെ Pയിലേക്കാണ് നമ്മൾ ഗേറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ഫസ്റ്റ് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്. എന്താണ് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്? എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു, നമ്മളൊരു ഫോർവേഡ് വോൾട്ടേജ് കൊടുത്തു. അത് ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും, ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും എന്നുള്ള വോൾട്ടേജ് കൊടുത്തു. അപ്പോൾ അത് ആ വോൾട്ടേജിനനുസരിച്ചിട്ട് ജംഗ്ഷൻ J1 J3 ഫോർവേഡ് ബയാസ്ഡ് ആവും. ബട്ട് ജംഗ്ഷൻ J2 റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോൺസിന് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ജംഗ്ഷൻ J2 ബ്ലോക്ക് ചെയ്യും അല്ലേ.
അല്ലേ, ബ്ലോക്ക് ചെയ്യും. അപ്പം ഈ ഫോർവേഡ് വോൾട്ടേജ് അക്രോസ് ദി ആനോഡ് കാഥോഡ് ഈസ് ഗ്രാജുവലി ഇൻക്രീസ്ഡ്, എ സ്റ്റേജ് കം വെൻ ഡിപ്ലീഷൻ ലെയർ ക്രോസസ് J2 വാനിഷസ്, അക്രോസ് J2 വാനിഷസ്. അതായത് ഒന്നുമില്ല, നമ്മൾ J1ഉം J3യും ഫോർവേഡ് ബയസ്ഡാണ്, J2 റിവേഴ്സ് ബയസ്ഡാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ആദ്യം ഒരു 50 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ J1ഉം J3യും ഫോർവേഡ് ബയസ്ഡായി. ബട്ട് J2ൻ്റെ അടുത്തൊരു വലിയ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്, റിവേഴ്സ് ബയസ്ഡ് ആയതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വോൾട്ടേജ് 50 വോൾട്ട് എന്നുള്ളത് 100 150 200 250. അതൊരു വോൾട്ടേജ് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മളെ J2-നുള്ള ഡിപ്ലീഷൻ ലെയറിനെ ഓവർകം ചെയ്തിട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ പറ്റും. അതായത് J2 എന്നുള്ള ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആവും. എന്താന്ന് പറയുന്നത്, ദ ഡിപ്ലീഷൻ ലെയർ അക്രോസ് J2 വാനിഷസ്. അത് ഒരു വോൾട്ടേജ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ J2-ലുള്ള ഡിപ്ലീഷൻ ലെയർ വാനിഷ് ചെയ്യും. അറ്റ് ദിസ് മൊമെൻറ്റ് എ റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷൻ J2 സെറ്റ് ടു ഹാവ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. അതായത് J2-ൽ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിച്ചെന്ന് പറയാം. അതായത് J2-ൻ്റെ ബ്ലോക്കിംഗ് കപ്പാസിറ്റി നശിച്ചു. ഓക്കെ, ആൻഡ് ദ വോൾട്ടേജ് അറ്റ് വിച്ച് ദിസ് ഒക്കേഴ്സ് ഈസ് കോൾഡ് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്. അപ്പോൾ നമ്മൾ VI ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. എന്താണ് നമ്മൾ പറഞ്ഞു, ഒരു വോൾട്ടേജ് കൂട്ടി ഒരു പെർട്ടിക്കുലർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കറണ്ട് കൂടാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങനെ SCRനെ ടേൺ ഓൺ ചെയ്യുന്ന മെത്തേഡാണ് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്. ഓക്കെ, അപ്പം ഇതിൽ കുറേ പാരഗ്രാഫ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളിത് വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാനത് വീണ്ടും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇനി അടുത്തത് ഗേറ്റ് ട്രിഗറിങ്. അപ്പോൾ ഗേറ്റ് ട്രിഗറിങ് ഞാൻ പറഞ്ഞ സെയിം തന്നെ. നമ്മൾ ഇനീഷ്യലി ഒരു 50 വോൾട്ടാണ് ആനോഡ് ടു കാഥോഡ് കൊടുത്തു. അപ്പോൾ J1ഉം J3യും എന്ത് ചെയ്തു, ഫോർവേഡ് ബയാസ്ഡായി. J2 ഇപ്പോൾ റിവേഴ്സ് ബയാസ്ഡാണ് ഉള്ളത്, അല്ലേ. അപ്പോൾ ഇനി J2-നെ മാത്രം വേറെ സെപ്പറേറ്റ് സർക്യൂട്ട് കൊടുത്ത് ഫോർവേഡ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ J2 എന്ത് പറ്റും, അതും ഫോർവേഡ് ബയസ്ഡ് ആവും, കണ്ടക്ഷൻ നടക്കും. 3 ജംഗ്ഷനും ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ ഇലക്ട്രോൺസിന് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഫ്ലോ ചെയ്യാൻ പറ്റും, കറണ്ട് ഫ്ലോ പോസിബിൾ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സെപ്പറേറ്റ് ഗേറ്റ് സർക്യൂട്ട്, നമ്മുടെ ഗേറ്റ് ടെർമിനലിൽ ഒരു പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവ്, അതായത് ഗേറ്റിനും കാഥോഡിനും അക്രോസ് ആയിട്ട് ഒരു പോസിറ്റീവ് സപ്ലൈ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു വോൾട്ടേജ് കൊടുക്കും, ഒരു ഗേറ്റ് കറണ്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ജംഗ്ഷൻ J2 ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പം 3 ജംഗ്ഷനും ഫോർവേഡ് ബയസ്ഡ് ആവും, കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഗേറ്റ് ട്രിഗറിങ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ സിമ്പിൾ ആൻഡ് റിലയബിൾ ആൻഡ് എഫിഷ്യൻറ്റ്. ഇപ്പോൾ ഒരു തൈറിസ്റ്ററിൻ്റെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഗേറ്റ് ട്രിഗറിങ്. നമ്മൾ ഒരിക്കലും പ്രാക്ടിക്കൽ സർക്യൂട്ടിൽ നമ്മൾ വോൾട്ടേജ് കൂട്ടി ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ടൊന്നും ഓൺ ആക്കില്ല. നമ്മളെപ്പോഴും ഗേറ്റ് കൊടുത്തിട്ടായിരിക്കും തൈറിസ്റ്ററിനെ ഓൺ ആക്കുക. എ തൈറിസ്റ്റർ വിത്ത് ഫോർവേഡ് ബ്രേക്ക് ഓർ വോൾട്ടേജ് സേ 800 വോൾട്ട് ഹയർ ദാൻ ദി നോർമൽ വോൾട്ടേജ് is chosen. This means the thyristor will remains in forward blocking state with normal working voltage across anode and cathode. നോർമൽ വർക്കിംഗ് വോൾട്ടേജിലാണെങ്കിൽ, അപ്പോൾ നമ്മൾ 400 വോൾട്ടേജ് 200 വോൾട്ടേജിലാണ്, 400 വോൾട്ടൊക്കെ ആണെങ്കിൽ ആ 400 വോൾട്ട് കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും തൈറിസ്റ്ററിനെ ബ്രേക്ക് ഓവർ വോൾട്ടേജ് എത്തിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് 800 to 1000, അതായത് അതിൻ്റെ നോർമൽ വർക്കിംഗ് വോൾട്ടേജിൻ്റെ ഇരട്ടി വോൾട്ടേജ് ഒക്കെ വേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഗേറ്റ് കൊടുത്തിട്ട് തൈറിസ്റ്ററിനെ ഓൺ ചെയ്യുന്ന സിസ്റ്റമാണ്. However, when turn off a thyristor required positive gate voltage between gate and that is applied. Okay.
When the positive gate current is applied, gate P layer is flooded with electrons from the cathode. This is because the cathode N layer is heavily doped as compared to the gate P layer. As the thyristor is forward biased, some of these electrons reaches junction J2. As a result, the width of the depletion layer near J2 is reduced. This causes the junction J2 to break down at an applied voltage lower than the forward breakover voltage VBO. The magnitude of gate current is increased. More electrons would reach the junction J2. As consequences, the thyristor would get turned on at much lower forward applied voltage. അപ്പോൾ ഒന്നുമില്ല, ഈ ഗ്രാഫ് നോക്കുക, ഈ ഒരു ഏരിയ നോക്കുക. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ഗേറ്റ് കറണ്ട് IG3 കൊടുത്ത്, ഇതാണ് IG3. പിന്നെ എന്ത് കൊടുത്തു? IG2 കൊടുത്തു, IG1 കൊടുത്തു, IG0 കൊടുത്തു. IG മീൻസ് ഗേറ്റ് കറണ്ട്. അപ്പം ഗേറ്റ് കറണ്ട് 0 ആകുമ്പം നമുക്ക് എന്ത് വേണം? ഇത്രയും ബ്രേക്ക് ഓവർ വോൾട്ടേജ് വേണം. അതായത് കൂടുതൽ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ മാത്രമേ തൈറിസ്റ്റർ ഓൺ ചെയ്യാൻ പറ്റൂ. ഇനി IG1 നോക്കുക, ഇതാണ് IG1. IG1 എന്ന് പറയുമ്പം ഒരു മിനിമം ഗേറ്റ് കറണ്ട്, ഒരു എക്സാമ്പിൾ ഒരു 5 മില്ലി ആംപിയർ ഗേറ്റ് കറണ്ട് കൊടുത്തു. അപ്പോൾ ആ ടൈമിൽ ഇത്ര പോരെ വോൾട്ടേജ് കൊടുത്താൽ തന്നെ, അതുകൊണ്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റ് കൊടുത്താൽ തന്നെ അത് ബ്രേക്ക് ഓവർ വോൾട്ടേജ് വേണ്ട. അതിന് ബ്രേക്ക് ഓവർ വോൾട്ടേജിന് താഴെയുള്ള നമ്മൾ ഒരു 800 വോൾട്ടാണ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് അറ്റ് IG = 0 എങ്കിൽ IG1 അതായത് IG 5 മില്ലി ആംപിയർ ആകുമ്പോൾ ബ്രേക്ക് ഓവർ വോൾട്ടേജിന് താഴെ ഒരു 600 വോൾട്ട് കൊടുത്താൽ തന്നെ നമ്മൾ SCR ടേൺ ഓൺ ആവും. ഇനി IG1 5 മില്ലി ആംപിയറിനുള്ളിൽ 10 മില്ലി ആംപിയർ ആക്കി. അപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും കുറഞ്ഞു. അതായത് 800 നേരത്തെ 600 വോൾട്ട് കൊടുത്തു, പിന്നെ വീണ്ടും എന്ത് ചെയ്യുക? ഒരു 200 വോൾട്ട് കൊടുത്ത് 400 വോൾട്ട് കൊടുത്താൽ തന്നെ SCR ടേൺ ഓൺ ആവും. അപ്പോൾ ഇനി വീണ്ടും IG3, അതായത് വീണ്ടും ഗേറ്റ് കറണ്ട് ഇൻക്രീസ് ചെയ്തിട്ടൊരു 20 മില്ലി ആംപിയർ എത്തിച്ചു വിചാരിക്കും. അപ്പം ചെറിയ വോൾട്ടേജ്, അതായത് ഒരു മിനിമം വോൾട്ടേജ് ഫോർവേഡ് ബയാസിൽ അപ്ലൈ ചെയ്താൽ തന്നെ തൈറിസ്റ്റർ ടേൺ ഓൺ ആവും. അപ്പം ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് പോവാം. അതായത് IG3 ഡയറക്റ്റ് ഈ ഒരു സൈഡിലേക്ക് പോയി. ഇതാണ് ഫോർവേഡ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗേറ്റ് കറണ്ട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ വോൾട്ടേജിൽ തന്നെ നമുക്ക് തൈറിസ്റ്ററിനെ ജംഗ്ഷൻ J2 ഫോർവേഡ് ബയാസ് ചെയ്തിട്ട് തൈറിസ്റ്ററിനെ കണ്ടക്ഷൻ മോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. Once that SCR is conducting a forward current, the reverse biased junction J2 no longer exists. അപ്പം നമ്മൾ ഒരിക്കൽ ഈ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ട് SCR ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ J1 J2 J3 ഒക്കെ ഫുള്ള് ഫോർവേഡ് ബയസ് ആണ്, കണ്ടക്ഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. എന്നിട്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് കണ്ടക്ഷൻ ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗേറ്റിന് യാതൊരുവിധ കൺട്രോളും ഇല്ല. അപ്പോൾ നമ്മൾ ഗേറ്റ് ഓഫ് ചെയ്താലും ഗേറ്റ് ഓൺ ചെയ്താലും ഒക്കെ എന്ത് ചെയ്യും? ഗേറ്റ് നമ്മൾ റിമൂവ് ചെയ്താലും SCRൻ്റെ കണ്ടക്ഷൻ ഓഫ് ആകില്ല. ശ്രദ്ധിക്കണം, കണ്ടക്ഷൻ ഓഫ് ആകില്ല. അതായത് ഒരിക്കൽ തൈറിസ്റ്റർ ഓൺ ആകാൻ വേണ്ടി മാത്രമേ നമുക്ക് ഗേറ്റിനെ ഉപയോഗിക്കാൻ പറ്റൂ, അല്ല ഗേറ്റ് കറണ്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഗേറ്റ് കറണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തൈറിസ്റ്റർ ഓഫ് ആവില്ല. അതാണ് തൈറിസ്റ്ററും ബാക്കിയുള്ള സ്വിച്ചിങ് ഡിവൈസും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ്. അത് ഓർത്ത് വെക്കുക. നോ ഗേറ്റ് കറണ്ട് ഈസ് റിക്വയർഡ് ഫോർ ദ ഡിവൈസ് ടു റിമെയിൻ ഇൻ ഓൺ സ്റ്റേറ്റ്. അതായത് ഒരിക്കൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗേറ്റ് കറണ്ട് വേണ്ട, അല്ലാണ്ട് തന്നെ തൈറിസ്റ്റർ കണ്ടക്ഷൻ നടക്കും. Therefore, if the gate current is removed, the conduction of current from anode to cathode is unaffected. അതായത് ഗേറ്റ് റിമൂവ് ചെയ്താലും ആനോഡിൽ നിന്ന് കാഥോഡിലേക്കുള്ള കറണ്ടിനെ അൺഅഫക്റ്റഡ് ആണ്, ബാധിക്കില്ല. However, if the gate current reduced to 0 before rising, the anode current attains a value called latching current, the device will turn off again. ശ്രദ്ധിക്കുക, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന രണ്ട് പോയിന്റ്സ് ആണ് ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും. അപ്പം എന്താ പറഞ്ഞത്? ഇഫ് ദ ഗേറ്റ് കറണ്ട് റെഡ്യൂസ്ഡ് ടു 0, നമ്മൾ ഗേറ്റ് കറണ്ട് 0 ആക്കി. എപ്പോൾ? ബിഫോർ റൈസിങ് ദി ആനോഡ് കറണ്ട് അറ്റൈൻസ് എ വാല്യൂ. അതായത് ആനോഡ് കറണ്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഗേറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഡിവൈസ് ടേൺ ഓഫ് തന്നെ ആവും. അതായത് ആനോഡ് കറണ്ട് ഇൻക്രീസ് ചെയ്ത് നമ്മൾ ഗേറ്റ് കൊടുത്തിട്ട് വോൾട്ടേജ് ഒക്കെ കൂട്ടി ആനോഡ് കറണ്ട് കൂട്ടിയിട്ട് പെർട്ടിക്കുലർ വാല്യൂ, ആ പെർട്ടിക്കുലർ വാല്യൂന്ന് പറയുന്നത് ലാച്ചിങ് കറണ്ട്.
ഇപ്പോൾ ലാച്ചിങ് കറണ്ട് എന്നുള്ളൊരു പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, കാരണം തൈറിസ്റ്ററിൽ കണ്ടക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. മറിച്ച് ലാച്ചിങ് കറണ്ട് എത്തുന്നതിന് മുന്നേ തന്നെ ഗേറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? തൈറിസ്റ്റർ ഓഫായി പോകും. ഓക്കെ, അപ്പോൾ ലാച്ചിങ് കറണ്ട് ഡെഫിനിഷൻ പറയുന്നത് ലാച്ചിങ് കറണ്ട് മേ ബി ഡിഫൈൻഡ് ആസ് ദ മിനിമം വാല്യൂ ഓഫ് ആനോഡ് കറണ്ട്. അതായത് മിനിമം വാല്യൂ ഓഫ് മിനിമം ഇത്രയും ആനോഡ് കറണ്ട് ഉണ്ടാവണം. മിനിമം വാല്യൂ ഓഫ് ആനോഡ് കറണ്ട് വിച്ച് ഇറ്റ് മസ്റ്റ് അറ്റൈൻ ഡ്യൂറിങ് ടേൺ ഓൺ പ്രോസസ്. അതായത് തൈറിസ്റ്റർ ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത് ടു മെയിൻറ്റെയിൻ ദ കണ്ടക്ഷൻ വെൻ ദ ഗേറ്റ് സിഗ്നൽ ഈസ് റിമൂവ്ഡ്. അതായത് ഗേറ്റ് സിഗ്നൽ റിമൂവ് ചെയ്താലും കണ്ടക്ഷൻ നടക്കാൻ ആവശ്യമായ മിനിമം ആനോഡ് കറണ്ടിനെയാണ് എന്ത് പറയുന്നത്? ലാച്ചിങ് കറണ്ട്. ഓക്കെ, അപ്പം ഡെഫിനേഷൻ കാണാണ്ട് പഠിക്കണം. ഇത് എപ്പോഴും ഡെഫിനേഷൻ ഇതുപോലെ വാട്ട് ഡിഫൈൻ ലാച്ചിങ് കറണ്ട് ആൻഡ് ഹോൾഡിംഗ് കറണ്ട് എപ്പോഴും എല്ലാ എക്സാമിനും പവർ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതായത് നമ്മൾ മിനിമം ആനോഡ് കറണ്ടാണ് മിനിമം വാല്യൂ ഓഫ് ആനോഡ് കറണ്ട് വിച്ച് ഇറ്റ് മസ്റ്റ് അറ്റൈൻ ഡ്യൂറിങ് ടേൺ ഓൺ പ്രോസസ് ടു മെയിൻറ്റെയിൻ ദി കണ്ടക്ഷൻ വെൻ ഗേറ്റ് ഈസ് റിമൂവ്ഡ്. ഗേറ്റ് റിമൂവ് ചെയ്താലും കണ്ടക്ഷൻ നടക്കാനുള്ള മിനിമം ആനോഡ് കറണ്ടിനെയാണ് ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹോൾഡിംഗ് കറണ്ട് വരും. വൺസ് ദ തൈറിസ്റ്റർ ഇസ് കണ്ടക്ടിങ്, തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, അതായത് ലാച്ചിങ് കറണ്ട്, ഇപ്പോൾ ലാച്ചിങ് കറണ്ട് ഒരു 5 മില്ലി ആംപിയർ എന്ന് മനസ്സിൽ വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കൊടുത്ത് ഒരു 50 വോൾട്ട് കൊടുത്ത് ഗേറ്റും കൊടുത്ത് വോൾട്ടേജ് കൂട്ടി, ഒരു 60 വോൾട്ട് 70 വോൾട്ട് 80 വോൾട്ട് 60 വോൾട്ട് ആകുമ്പം ആനോഡ് കറണ്ട് 6 മില്ലി ആംപിയർ, 70 വോൾട്ട് കൊടുത്തേരം 7 മില്ലി ആംപിയർ, 80 വോൾട്ട് ഇടുമ്പോൾ 8 മില്ലി ആംപിയർ, ഒരു 100 വോൾട്ട് കൊടുത്തേരം ആനോഡ് കറണ്ട് 10 മില്ലി ആംപിയർ ആയി. അപ്പോൾ 10 മില്ലി ആംപിയർ ആണ് നമ്മുടെ ലാച്ചിങ് കറണ്ട് എന്ന് വിചാരിക്കുക, 10 മില്ലി ആംപിയർ. അപ്പം 10 മില്ലി ആംപിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗേറ്റ് റിമൂവ് ചെയ്താലും, അപ്പം നമ്മൾ 8 മില്ലി ആംപിയർ ആയ സമയത്ത് നമ്മൾ ഗേറ്റ് റിമൂവ് ചെയ്ത് എന്ത് പറ്റും? തൈറിസ്റ്ററിൽ 8 മില്ലി ആംപിയർ എന്നുള്ളത് ഡയറക്റ്റ് 0 ആംപിയർ ആയി, അതായത് തൈറിസ്റ്റർ ഓഫ് ആവും അല്ലേ. ബട്ട് 10 മില്ലി ആംപിയർ ആയിട്ടാണ് നമ്മൾ ഗേറ്റ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ തൈറിസ്റ്റർ എന്ത് ചെയ്യില്ല? ഓഫ് ആവില്ല. അതായത് ലാച്ചിങ് കറണ്ട് എത്തിക്കഴിഞ്ഞാൽ ഗേറ്റ് റിമൂവ് ചെയ്താലും തൈറിസ്റ്റർ ഓഫ് ആവില്ല. ഓക്കെ, അതാണ് ലാച്ചിങ് കറണ്ട്. അപ്പം തൈറിസ്റ്റർ ക്യാൻ ബി വൺസ് ദ തൈറിസ്റ്റർ ഇസ് കണ്ടക്ടിങ് ഗേറ്റ് ലോസസ് കൺട്രോൾ. അപ്പം ലാച്ചിങ് കറണ്ട് 10 മില്ലി ആംപിയർ എത്തിക്കഴിഞ്ഞാൽ തൈറിസ്റ്ററിന് ഗേറ്റിന് പിന്നെ റോളൊന്നുമില്ല. തൈറിസ്റ്റർ ക്യാൻ ബി ടേൺഡ് ഓഫ് ഓൺലി ഇഫ് ദ ഫോർവേഡ് കറണ്ട് ഫാൾസ് ബിലോ എ ലോ ലെവൽ കറണ്ട് കോൾഡ് ഹോൾഡിംഗ് കറണ്ട്. ശ്രദ്ധിക്കുക, ഇപ്പം നമ്മൾ 10 മില്ലി ആംപിയറിൽ എത്തി ആനോഡ് കറണ്ട്, പിന്നെ നമ്മൾ വോൾട്ടേജ് കൂട്ടുമ്പോൾ 10 മില്ലി ആംപിയർ ഇപ്പോൾ 11 മില്ലി ആംപിയർ ആവും, 12 മില്ലി ആംപിയർ, അങ്ങനെ കൂടി ഒരു പെർട്ടിക്കുലർ ഹൈ കറണ്ട് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ചിലപ്പം പോകും, ഡിപ്പെൻസ് ഓൺ ദി ലോഡ് കണ്ടീഷൻസ്. ഇനിയിപ്പം പെട്ടെന്ന് നമ്മൾ ഗേറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റില്ല? SCR ഓഫ് ആവില്ല. അപ്പോൾ നമുക്ക് SCRനെ ടേൺ ഓഫ് ആക്കണ്ടേ? എങ്ങനെയാണ് SCRനെ ടേൺ ഓഫ് ആക്കാൻ പറ്റുക? SCRനെ ടേൺ ഓഫ് ആക്കാനുള്ള ഒരേ ഒരു മെത്തേഡ് എന്താണ്? ആനോഡിൽ കാഥോഡിലേക്കുള്ള കറണ്ട് റെഡ്യൂസ് ചെയ്യണം. അതായത് നമ്മുടെ ലാച്ചിങ് കറണ്ടിനേക്കാളും 10 മില്ലി ആംപിയർ അതിനേക്കാളും ചെറിയൊരു കറണ്ട്, ആ ഒരു കറണ്ടിനാണ് പറയുന്നത് ഹോൾഡിംഗ് കറണ്ട്. അതായത് ആനോഡ് ടു കാഥോഡ് കറണ്ട് ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നൊരു കറണ്ടിനേക്കാളും താഴെ എത്തിയാൽ മാത്രമേ SCR ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതായത് ലാച്ചിങ് കറണ്ടിനൊക്കെ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം ഒരു 300 വോൾട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് തൈറിസ്റ്ററിനെ ക്രോസ്. അപ്പോൾ ആ 300 എന്നുള്ളത് 200 ആക്കി. അപ്പോൾ എന്താ പറ്റി? ഉള്ള വോൾട്ടേജ് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കുറഞ്ഞു, വീണ്ടും കുറച്ചു. അങ്ങനെ തൈറിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് കുറച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർക്യൂട്ട് കണക്ട് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ കറണ്ട് കുറച്ച് ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്ന ഒരു കറണ്ടിനേക്കാളും താഴെ എത്തിയാൽ മാത്രമേ എന്ത് പറ്റൂ? SCR ഓഫ് ആവും. ഓക്കെ, SCR ടേൺ ഓഫ് ആവും. ഓക്കെ, അപ്പം ഹോൾഡിംഗ് കറണ്ടിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Holding current may be defined as the minimum value of anode current below which it must fall for turn off the thyristor. അതായത് ഈ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ ഓഫ് ആനോഡ് കറണ്ട്. അപ്പോൾ മിനിമം ഈ ഒരു വാല്യൂവിനേക്കാളും താഴെ ആനോഡ് കറണ്ട് എത്തിയാൽ മാത്രമേ SCR ഓഫായി മാറൂ, അതായത് ടേൺ ഓഫ് ആവും. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്? ഹോൾഡിംഗ് കറണ്ട്. അപ്പോൾ ഹോൾഡിംഗ് കറണ്ട് എപ്പോഴും ലാച്ചിങ് കറണ്ടിനേക്കാളും താഴെയായിരിക്കും.
ഇപ്പോൾ ലാച്ചിങ് കറണ്ട് 10 മില്ലി ആംപിയർ ആണെങ്കിൽ ഹോൾഡിംഗ് കറണ്ട് എന്തായിരിക്കും, ഒരു 8 മില്ലി ആംപിയർ എന്ന് വിചാരിക്കാം. അതായത് നമ്മൾ വോൾട്ടേജ് കുറച്ച് 10 മില്ലി ആംപിയർ എത്തിക്കഴിഞ്ഞാൽ ഓണായ തൈറിസ്റ്റർ ഒരിക്കലും ഓഫ് ആവില്ല. അത് വീണ്ടും കുറച്ച് 8 ആംപിയർ, അതായത് ഹോൾഡിംഗ് കറണ്ടിലും താഴെ എത്തിയാൽ മാത്രമേ SCR ഓഫ് ആവും. ഓക്കെ, ദ ലാച്ചിങ് കറണ്ട് ഈസ് ഹയർ ദാൻ ദി ഹോൾഡിംഗ് കറണ്ട്. ഇപ്പോൾ ലാച്ചിങ് കറണ്ട് എപ്പോഴും കൂടുതലായിരിക്കും. ലാച്ചിങ് കറണ്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് ടേൺ ഓൺ പ്രോസസ്. ദ ഹോൾഡിംഗ് കറണ്ട് ഈസ് വിത്ത് ടേൺ ഓഫ് പ്രോസസ്. അതായത് ഒരിക്കൽ ഓണായ SCR ഓഫാക്കണമെങ്കിൽ കുറച്ച് കൊണ്ടുവരേണ്ട കറണ്ട്, അതിനാണ് ശരിക്കും എന്ത് പറയുന്നത്, ഹോൾഡിംഗ് കറണ്ട്. അപ്പോൾ ഡെഫിനിഷൻ പഠിക്കുക അതുപോലെ. ഓക്കെ, യൂഷ്വലി ലാച്ചിങ് കറണ്ട് ഈസ് 2 to 3 times ദി ഹോൾഡിംഗ് കറണ്ട്. ലാച്ചിങ് കറണ്ട് എപ്പോഴും ഹോൾഡിംഗ് കറണ്ടിനേക്കാളും കൂടുതലായിരിക്കും. ഇൻ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഹോൾഡിംഗ് കറണ്ട് ഈസ് ഓൾമോസ്റ്റ് ടേക്കൺ ആസ് 0. അതായത് ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഹോൾഡിംഗ് കറണ്ടിൻ്റെ വാല്യൂ ഒന്നും അസ്യൂം ചെയ്യില്ല. നമ്മൾ കറണ്ട് മാക്സിമം 0 തന്നെ എത്തിക്കാൻ നോക്കും SCR ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ടേൺ ഓൺ മെത്തേഡ്സ് എന്ന് പറയുന്നത് dV/dt ട്രിഗറിങ്. എന്താണ് dV/dt ട്രിഗറിങ്? അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പം പറഞ്ഞത് തന്നെയാണ്, അതുകൊണ്ടൊന്ന് വായിക്കാം. വിത്ത് ഫോർവേഡ് വോൾട്ടേജ് അക്രോസ് ആനോഡ് ആൻഡ് കാഥോഡ് ദ ടു ഔട്ടർ ജംഗ്ഷൻ J1 ആൻഡ് J3. നമ്മളൊരു ഫോർവേഡ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ J1ഉം J3യും ഫോർവേഡ് ബയാസ്ഡ് ആവും. ഇന്നർ ജംഗ്ഷൻ J2 എന്തായിരിക്കും, റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. ഓക്കെ, ദിസ് റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷൻ J2 ഹാസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കപ്പാസിറ്റർ ഡ്യൂ ടു ചാർജ് എക്സിസ്റ്റിംഗ് അക്രോസ് ദി ജംഗ്ഷൻ. അതായത് എന്താണ് കപ്പാസിറ്റർ? അതായത് രണ്ട് പ്ലേറ്റ്സ് ഉണ്ടാവും, അപ്പുറം ഇപ്പുറം. രണ്ട് പ്ലേറ്റ്സിൽ എന്തുണ്ടാവും, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടാവും. അതിൻ്റെ നടുക്കുന്നുണ്ടാവും ഒരു ഡൈഇലക്ട്രിക്സ് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പം ഒരു കപ്പാസിറ്റൻസ് ഇഫക്റ്റ് കിട്ടാൻ എന്ത് മതി, രണ്ട് സൈഡിലും ചാർജും സെൻറ്ററിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം മതി. അപ്പോൾ ആക്ച്വലി ഫോർവേഡ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ J1ഉം J3യും എന്ത് പറ്റും, ഫോർവേഡ് ബയാസ്ഡ് ആവും. അപ്പം J1ലും J3ലും രണ്ട് ചാർജ് കാരിയേഴ്സ് ഉണ്ടാവും. J2 എന്താണ്, റിവേഴ്സ് ബയാസ്ഡ് ആണ്, അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ J2നെ കൺസിഡർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ J2ൻ്റെ ഒരു സൈഡിൽ J1 ആണ്, ഒരു സൈഡിൽ J3 ആണ്. അപ്പം രണ്ട് ജംഗ്ഷനും ചാർജ് കാരിയേഴ്സ് J2ൽ മാത്രമില്ല. അപ്പോൾ ആക്ച്വലി ഒരു ഫോർവേഡ് ബയാസ്ഡ് തൈറിസ്റ്റർ എന്ന് പറയുമ്പം അതിലൊരു കപ്പാസിറ്റൻസ് എഫക്റ്റ് ആണ് ഉള്ളത്. In other words, a space charge exists in the depletion region near junction J2 and therefore junction J2 behaves like a capacitor. അപ്പോൾ അതുകൊണ്ട് തന്നെ J2 എന്താണ്, ബിഹേവ്സ് ലൈക്ക് എ കപ്പാസിറ്റർ, ഒരു കപ്പാസിറ്റർ പോലെ ബിഹേവ് ചെയ്യും. ഇഫ് ഫോർവേഡ് വോൾട്ടേജ് ഈസ് സഡൻലി അപ്ലൈഡ്, നമ്മൾ എന്തൊരു ഫോർവേഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ചാർജിങ് കറണ്ട് ത്രൂ ദ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് CJ മേ ടേൺ ഓൺ ദി SCR. അപ്പോൾ നമ്മളൊരു പെട്ടെന്നൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ ഒരു കപ്പാസിറ്ററിന് ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ സ്നബ്ബർ സർക്യൂട്ട് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു കപ്പാസിറ്റർ എന്ത് ചെയ്യും, എപ്പോഴും ഒരു ഹൈ കറണ്ട് ഡ്രോ ചെയ്യും. അതായത് ഒരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഷോർട്ടാക്കിയ പോലെ ഹൈ കറണ്ട് ഡ്രോ ചെയ്യും, അതായത് ചാർജിങ് കറണ്ട് ഡ്രോ ചെയ്യും. അപ്പോൾ എന്താ പറയുന്നത്, ഇഫ് ദ ഫോർവേഡ് വോൾട്ടേജ് ഈസ് സഡൻലി അപ്ലൈഡ്, പെട്ടെന്നൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ചാർജിങ് കറണ്ട് ത്രൂ ദി ജംഗ്ഷൻ കപ്പാസിറ്റൻസ് CJ, ചാർജിങ് കറണ്ട് CJ മേ ടേൺ ഓൺ ദി SCRന് ഒരു ചാർജിങ് കറണ്ട് SCRന് ടേൺ ഓൺ ചെയ്യും. അതായത് കപ്പാസിറ്റൻസ് ഇഫക്റ്റ് കൊണ്ട് ഒരു ഹൈ കറണ്ട് ഡ്രോ ഉണ്ടാവും. അപ്പോൾ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ചിലപ്പം ആ ഒരു ഹൈ കറണ്ട് ഫ്ലോ കൊണ്ട് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ SCRനെ ഓൺ ആക്കും. ഓൾമോസ്റ്റ് ദ എൻറ്റയർ സഡൻലി അപ്ലൈഡ് ഫോർവേഡ് വോൾട്ടേജ് VA appears across the junction J2 the charging current IC. Okay, therefore charging current IC is equal to dQ/dt. ആ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും. ദറ്റ് ഈസ് dV/dt ഇൻറ്റു CJ ഇൻറ്റു VA. VA എന്ന് പറയുന്നത് ആനോഡ് ടു കാഥോഡ് വോൾട്ടേജിനെയും ജംഗ്ഷൻ കപ്പാസിറ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. ആസ് ദ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്, dCJ/dt is 0 and the current IC is equal to CJ into dVA/dt. അതായത് റേറ്റ് ഇക്വേഷൻ പഠിക്കണം. IC is equal to CJ into dVA/dt. അതായത് ചാർജിങ് കറണ്ട് IC എന്ന് പറയുന്നത് എന്തായിരിക്കും, കപ്പാസിറ്റൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് dVA/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആനോഡ് വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് dV/dt ട്രിഗറിങ്. അതായത് നമ്മൾ dV/dt ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആനോഡ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ
ചിലപ്പം എന്ത് പറ്റും, ഈ കപ്പാസിറ്റൻസ് ഇഫക്റ്റ് കൊണ്ട് തൈറിസ്റ്റർ ഓൺ ആവും. If the rise of forward voltage dVA by dt is high, the rise of forward dVA by dt is high, the charging current IC would be more. അപ്പം പെട്ടെന്ന് കൂടുതൽ കറണ്ട് dVA by dt വെരി ഹൈ ആണെങ്കിൽ ചാർജിങ് കറണ്ടും വെരി ഹൈ ആയിരിക്കും. This charging current plays a role of gate current and turn on SCR even though gate signal is 0. അപ്പോൾ ഗേറ്റ് സിഗ്നൽ 0 ആയപ്പോഴും ഈ ഒരു ചാർജിങ് കറണ്ട് കൊണ്ട്, അതായത് ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് കൊണ്ട് നമുക്ക് തൈറിസ്റ്ററിനെ ഓൺ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഓൺ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, dV by dt turn on of SCR. Note that even if VA is small, it is the rate of change of VA that plays the role of turning on the device. Okay. VA വോൾട്ടേജ് കുറഞ്ഞായാലും ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് VA പെട്ടെന്ന് ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ചിലപ്പം SCRനെ ടേൺ ഓൺ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് വരുന്നത് ടെമ്പറേച്ചർ ട്രിഗറിങ്, അല്ലെങ്കിൽ അടുത്ത് വരുന്നത് ലൈറ്റ് ട്രിഗറിങ്. ടെമ്പറേച്ചർ ട്രിഗറിങ്ങും ലൈറ്റ് ട്രിഗറിങ്ങും ഒന്നുമില്ല. നമ്മൾ ഫോർവേഡ് ബയസ് ചെയ്തു, ഫോർവേഡ് ബയസ് കൊടുത്തു, J1 J3 ഫോർവേഡ് ബയസ്ഡ് ആണ്. ഓക്കെ. അപ്പോൾ J2നെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ്. ഒന്നുകിൽ ടെമ്പറേച്ചർ ട്രിഗറിങ്, ആ ജംഗ്ഷൻ J2ലെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രോൺസ് എനർജൈസ് ചെയ്യും, കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അതാണ് ടെമ്പറേച്ചർ ട്രിഗറിങ്. ലൈറ്റ് ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അവിടെ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ അവിടുത്തെ ഇലക്ട്രോൺസ് എമിഷൻ നടക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ലൈറ്റ് കൊണ്ട് അവിടുത്തെ ഇലക്ട്രോൺസ് എമിഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ലൈറ്റ് ട്രിഗറിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡ്യൂറിങ് ടെമ്പറേച്ചർ ട്രിഗറിങ്, ഡ്യൂറിങ് ഫോർവേഡ് ബ്ലോക്കിംഗ്, most of the applied voltage appears across the reverse junction J2. This voltage across J2 associated with the leakage current would rise the temperature of this junction. അതായത് J2 റിവേഴ്സ് വോൾട്ടേജ് ഉണ്ടാവും, അതുകൊണ്ട് അവിടെ ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ ലീക്കേജ് കറണ്ട് ഫ്ലോ കൊണ്ട് ജംഗ്ഷൻ J2 ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ ടെമ്പറേച്ചർ കൊണ്ട് ഇലക്ട്രോൺസ് എമിഷൻ നടന്നിട്ട് കണ്ടക്ഷൻ ആവുന്നതിനാണ് ടെമ്പറേച്ചർ ട്രിഗറിംഗ് എന്ന് പറയുന്നത്. വിത്ത് ദി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ദ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ ഡിക്രീസസ്. ദിസ് ഫർദർ ലീഡ്സ് ടു മോർ ലീക്കേജ് കറണ്ട്. ഡിപ്ലീഷൻ ലെയർ കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മോർ ലീക്കേജ് കറണ്ട് ഉണ്ടാവും. ദെർഫോർ മോർ ജംഗ്ഷൻ ടെമ്പറേച്ചർ, വീണ്ടും ടെമ്പറേച്ചർ കൂടും. അങ്ങനെ വിത്ത് ദിസ് ക്യുമുലേറ്റീവ് പ്രോസസ് അറ്റ് സം ഹൈ ടെമ്പറേച്ചർ, ദ ഡിപ്ലീഷൻ ലെയർ ഓഫ് ദി റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷൻ വാനിഷസ് ആൻഡ് ദ ഡിവൈസ് ഗെറ്റ്സ് ടേൺഡ് ഓൺ. ഡിവൈസ് എന്ത് ചെയ്യും, ടേൺ ഓൺ ആവും. ഓക്കെ. അപ്പോൾ ഇതിനാണ് എന്ത് പറയുന്നത്, ടെമ്പറേച്ചർ ട്രിഗറിങ്. ഇനി എന്താണ് ലൈറ്റ് ട്രിഗറിങ്? ലൈറ്റ് ട്രിഗറിങ് ഞാൻ പറയണോ? ഫോർ ലൈറ്റ് ട്രിഗേർഡ് SCR, a recess is made in the inner layer. When this recess is irradiated, free charge carriers are generated just like when gate signal is applied between the gate and cathode. ഓക്കെ. അപ്പം ഗേറ്റും കാഥോഡിനും അക്രോസ് ആയിട്ട് ഒരു ഗേറ്റ് സിഗ്നൽ കൊടുത്ത പോലെ തന്നെ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ അവിടെ നിന്ന് എമിഷൻ നടക്കും. അപ്പം അങ്ങനെ ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത്, ദ പൾസ് ഓഫ് ലൈറ്റ് ഓഫ് അപ്രോപ്രിയേറ്റ് വേവ് ലെങ്ത് ഈസ് ഗൈഡഡ് ബൈ ഒപ്റ്റിക്കൽ ഫൈബർ ഫോർ ഇറേഡിയേഷൻസ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തുള്ള ലൈറ്റ് നമ്മൾ ഗേറ്റിൽ കൊടുക്കും. ഇഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദിസ് ലൈറ്റ് ത്രോൺ on the recess exceed a certain value, a forward biased SCR is turned on. Such thyristor is known as light activated SCR, LASCR. Light activated SCR may be triggered with a light source or with a gate signal. Light source വെച്ച് ഓൺ ചെയ്യാൻ പറ്റും, ഗേറ്റ് കൊണ്ടും ഓൺ ചെയ്യാം. ചില പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമുക്ക് ലൈറ്റ് സെൻസ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ആവണമെങ്കിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള LASCR യൂസ് ചെയ്യാൻ പറ്റും. സംടൈംസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് മേ ബി യൂസ്ഡ്. ഗേറ്റും ലൈറ്റും രണ്ടും യൂസ് ചെയ്യാം. ഓക്കെ. ലൈറ്റ് ട്രിഗേർഡ് SCR ഹാവ് നൗ ബീൻ യൂസ്ഡ് ഇൻ ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ട് ട്രാൻസ്മിഷൻ സിസ്റ്റം. HVDC സിസ്റ്റത്തിലൊക്കെ ഈ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്, SCR യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വെരി ഹൈ, നമുക്ക് SCRനെ ഓൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ വെരി ഹൈ കറണ്ടൊക്കെ വേണ്ടി വരും. അപ്പോൾ ഈ കറണ്ടിൻ്റെ പ്രശ്നം എന്താണ്, നമ്മൾ കറണ്ട് കൊടുക്കുമ്പം അതിൽ ചിലപ്പോൾ സ്പാർക്കിങ്ങും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. നേരെ മറിച്ച് ലൈറ്റാണ് കൊടുക്കുന്നെങ്കിൽ എപ്പോഴും എന്താണ്, ലൈറ്റ് എപ്പോഴും സേഫാണ്. ലൈറ്റ് സ്പാർക്കിങ്ങോ
വോൾട്ടേജ് എന്ത് കത്തലോ അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കൺട്രോൾ സർക്യൂട്ടിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിലാണ് ലൈറ്റ് ട്രിഗറിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്രൊട്ടക്ഷൻ ഓഫ് SCR, അതുപോലെ ടേൺ ഓൺ മെത്തേഡ്സ് ഓഫ് SCR. അപ്പം ബാക്കിയുള്ള ഒരു ക്ലാസ്സും കൂടി തന്നെ നമ്മൾ തൈറിസ്റ്റ് തീർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിത് 1, 2, 3 പ്രാവശ്യം വീഡിയോസ് റിപ്പീറ്റായിട്ട് കണ്ടിട്ട് പഠിക്കാം. നാളെ തേഴ്സ്ഡേ അല്ലേ, നാളെ നമുക്ക് അവറുണ്ട്. അപ്പം നാളെ ഇന്ന് നമുക്ക് അവറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഒരു അപ്രോപ്രിയേറ്റ് ടൈം പറയാം. ഇന്നലെ S3 കുട്ടികൾക്ക് 8 മണിക്കാണ് ഒരു ഗൂഗിൾ മീറ്റ് നടത്തിയത്. അതുപോലെ നിങ്ങൾക്കും ഒരു ഗൂഗിൾ മീറ്റ് എന്തായാലും വേണം. അപ്പോൾ യു ക്യാൻ ഡിസൈഡ് ദ ടൈം ആൻഡ് ലെറ്റ് മീ നോ ദ ടൈം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.